വെൽക്കം ടു ദ യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റോറീസ് ബൈ കൊച്ചുവക്കീൽ. ഇന്നത്തെ കോളേജും ട്യൂഷൻ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള തിരക്ക് പിടിച്ച ദിവസത്തിന് ശേഷമുള്ളൊരു രാത്രിയാണിത്. ഇന്ന് എനിക്ക് പറയാനുള്ളത്, ലൈഫിൽ നമ്മൾ എത്രയൊക്കെ തിരക്കായിട്ടിരുന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അങ്ങനത്തെ ഒരു സമയം കണ്ടാലോ? വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കുക. അതാണ് ഫസ്റ്റത്തെ ടാസ്ക്. മുടിയൊക്കെ ഒന്ന് കെട്ടി ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോവല്ലേ, ഒരു മധുരം തിന്നിട്ടാവാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അഴുക്ക് മുഴുവൻ ഫേസിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നാച്ചുറൽ ക്ലെൻസറായ കോക്കനട്ട് ഓയിൽ വെച്ച് തന്നെ നമുക്കത് വൃത്തിയാക്കാം. ശേഷം മുഖമൊക്കെ കഴുകി ഫ്രഷപ്പായി നമ്മൾ പരമ്പരാഗതമായി കൈമാറി വന്ന ഒരു ഓറഞ്ച് പൗഡർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ടാനും കാര്യങ്ങളൊക്കെ അടയ്ക്കണതല്ലേ, അപ്പോൾ അതൊക്കെ മാറുമായിരിക്കും. ഇത് ഞാൻ ഡെയിലി ഫോളോ ചെയ്യാത്ത കാരണം ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയുന്നില്ല. ഡബിൾ ക്ലെൻസിങ് ഞാൻ എപ്പോഴും ഒഴിവാക്കാത്ത ഒന്നാണ്. രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയല്ലേ വരവ്, അപ്പോഴത്തെ മുഴുവൻ ഡസ്റ്റ് മുഖത്തുണ്ടാവും. സോ അത് കാരണം ഡബിൾ ക്ലെൻസിങ് എപ്പോഴും ഞാൻ ഒഴിവാക്കാറില്ല. ശേഷം ലിപ് ബാമൊക്കെ ഇട്ട് അടിപൊളിയാക്കാം. സമ്പത്ത് കാലത്ത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപത്ത് വരുമ്പോഴത്തേനും നമുക്ക് അത് മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇതോടുകൂടി എൻ്റെ നൈറ്റ് റൊട്ടീൻ തീരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10 o'clock ആയിട്ടുണ്ടാകും സമയം. ഈ ലിപ് ബാം ഇടലോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം പ്രധാന പരിപാടിയിലേക്ക് കടക്കാൻ. മറ്റൊന്നുമല്ല, അസൈൻമെൻറ്റ്. ഇതുവരെ എഴുതി തീർന്നില്ലേ എന്നായിരിക്കും. ഇതുവരെ എഴുതി തീർന്നിട്ടില്ല. ഒരുപാട് വെക്കേഷൻ കിട്ടിയെങ്കിലും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചു. അസൈൻമെൻ്റ് ഒന്നും ചെയ്താണ്ട് അത് കാരണം ഇതൊരു പണിയായിരിക്കുകയാണ്. അപ്പോൾ ഓക്കേ.